ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനൊരു അരിയാക്കത്തേക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനറിയോ, ഒരു സംഭവം ഉണ്ട്, വരി കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണം അറിയോ, ഈ വാഴ പൊളിച്ചിട്ട് ഈ വാഴേൻ്റെ ഉള്ളിലെ ഉണ്ണിക്കാമ്പ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി എഴുതണം കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിക്കാമ്പ് എന്തിനാണെന്നറിയോ, ഉപ്പേരി വയ്ക്കാനാണ് സാധാരണ എടുക്കലെല്ലാവരും. അപ്പോൾ ഞാനിന്ന് ഉപ്പേരിയല്ല വെക്കാൻ പോണേ. എന്താ അറിയോ, ഞാനിന്ന് ഉപ്പിലിടാനാണ് പോണേ. അപ്പോൾ ഉണ്ണിക്കാമ്പ് എങ്ങനെ ഉപ്പിലിടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ വാഴേനെ വെട്ടിയാലോ. അപ്പോൾ നമ്മൾ ഓടിച്ചെന്നാണ്ടൊരു വാഴ വെട്ടി തള്ളിയിടല്ലോ കേട്ടോ വേണ്ടേ. ആദ്യം ഇതിലുള്ള കൊലയൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം ആ കൊലയൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ വാഴേനെ വെട്ടി മുറിക്കുക. എല്ലാവർക്കും അറിയാം കേട്ടോ, എന്നാലും ഞാൻ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെട്ടാൻ തുടങ്ങിയാലോ. ഇപ്പോൾ റെഡി, 1 2 3. ഞാൻ ഒറ്റ വെട്ടിട്ട് തള്ളിയിടണമെന്നാണ് വിചാരിച്ചേനെ. പോട്ടെ. എൻ്റെ തലക്കൂടെ പൊളിഞ്ഞാടിയതാണ് വിചാരിച്ചേ. നമ്മൾ മോൾ ഭാഗം വെട്ടിയില്ലേ, ഈ കറ നല്ലോണം വലിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സിലൊന്നും ആവണ്ട, ഞാൻ അതിനാണ് ഇപ്പം ഇന്ന് കറുത്ത ഡ്രസ്സ് തന്നെ ഇട്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ട അറിയോ, നമ്മളിനി താഴെ ഇവിടെയും കൂടി വെട്ടി കൊടുക്കട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ പോളങ്ങനെ പൊളിച്ചെടുക്കണില്ലേ, ഇത് നീളത്തിലിങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്താ അറിയോ, അമ്മ പറഞ്ഞു തന്നാട്ടോ, പണ്ടുള്ളവരൊക്കെ ചൂലൊക്കെ കെട്ടിയെന്നു ഇതിൻ്റെ കയറുകൊണ്ട് അത്രേ. അതുപോലെ ഓലക്കൊടി നമ്മൾ വെട്ടിക്കറിയൂലേ, ഓലക്കൊടി ഉണ്ടാക്കൂല നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കെട്ടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ കയറ്. അതുപോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ, കൊട്ട വട്ടി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഈ വാഴേൻ്റെ ഈ കയറ് ഉപയോഗിക്കാം നമുക്ക്. ഈ വാഴേൻ്റെ ഒന്നും വേസ്റ്റ് അല്ല കേട്ടോ, എല്ലാം കൊണ്ടും ഉപയോഗപ്രദമായൊരു സംഭവമാണ് വാഴ. ഇപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളെ ഉണ്ണിത്തണ്ട് ഇതാ എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉപ്പിലിടാൻ നോക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ അത് അരിയാൻ പോണേ. അപ്പോൾ ഫസ്റ്റത്തെ രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ വട്ടത്തിലിങ്ങനെ മുറിക്കണം കേട്ടോ അതിനെ. ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ ഇതാ ഒരു നാര് പോലെ കാണില്ലേ, അതിങ്ങനെ കൈമിലിങ്ങനെ ചുറ്റണേ, അതുപോലെ ചുറ്റണം. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ എനിക്ക് അമ്മ കാണിച്ചു തന്നതാട്ടോ, അതായത് എൻ്റെ അമ്മ കിഴിശ്ശേരി വീട്ടിലത്തെ അമ്മ. അപ്പോൾ ഈ വാഴ വെട്ടുന്ന രീതിയൊക്കെ എനിക്ക് ഇവിടുത്തെ അമ്മ കാണിച്ചു തന്നാട്ടോ, വിനാട്ടൻ്റെ അമ്മ. അപ്പോൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തേ ഞങ്ങൾ കിഴിശ്ശേരി വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉപ്പിലിട്ട് നല്ലോണം കഴിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം, ഉപ്പിലിട്ട് കഴിക്കുന്നുള്ളത് അറിയില്ല. തോരൻ വെച്ച് ഉപ്പേരിയൊക്കെ വെച്ചൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ ഉപ്പിലിട്ട് കഴിക്കുന്നത് ആർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ അറിയാത്ത പോലെ വേറെ ആരെങ്കിലുമൊക്കെ ഇതേപോലെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു പുതിയ അറിവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കൈമിൽ ഇങ്ങനെ ചുറ്റുമ്പോഴേ എനിക്ക് അമ്മയൊക്കെ ഞാൻ ചെറിയ കുട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അമ്മയൊക്കെ ഇങ്ങനെ ചുറ്റണ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് തരുമോ എന്ന്. എന്നിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുമോ, കുറേ ആയിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും എൻ്റെ ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു പഴയ കുട്ടിക്കാലം ഓർമ്മ വരിക. ഇതേപോലെ ഉണ്ടാക്കി തരും അമ്മ. എന്നിട്ട് ഞാനത് കൈമിലിടുന്നു, ഇങ്ങനെ കൈമിലിടുന്നു. അക്കരെ ഓർമ്മകളാട്ടോ, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ട് ഭാഗമാക്കി മാറ്റാം കേട്ടോ. 2 ഉപ്പിലിടാൻ തന്നെയാണ്, 2 ഒരേ ടേസ്റ്റുമാണ്, പക്ഷേ കാണാനൊരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇത് കുറച്ച് മാറ്റി വെച്ചില്ല നമ്മൾ. ഇനി ഇതെന്താ അറിയുക ചെയ്യേണ്ടത്, ഇതൊന്നും കൂടി ചെറുതാക്കി അരിയണം. അപ്പോൾ ചെറുതാക്കി അരിയട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്,
നമ്മളിത് അരിഞ്ഞൊക്കെ 2 ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പിലിടാൻ തുടങ്ങാം കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചത് കുപ്പിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈ കുപ്പി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. നമ്മളെ ലൂബിക്ക് അച്ചാറൊക്കെ ഇട്ട് ചെയ്യുന്ന കുപ്പിയാട്ടത്. അച്ചാറൊക്കെ കഴിഞ്ഞു, ഞാൻ കഴുകി. നമുക്കത് ഈ ഉണ്ണിത്തണ്ട് ഉപ്പിലിടാം. അപ്പോൾ നമ്മളിത് പകുതി ഭാഗത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കാന്താരി മുളക് ഇടാം കേട്ടോ. നല്ല നാടൻ കാന്താരി മുളക് ഞാൻ നമ്മളെ മരത്തിൽ നിന്ന് പറിച്ചാട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഫുള്ളായിട്ട് നമ്മളെ കുപ്പിയിലിട്ടില്ലേ. ഇനി നമുക്കേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് ഏറുന്നൊരു സംഭവമാണ്. അപ്പോൾ കുറച്ച് ഇട്ടെടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക ഉപ്പുണ്ടോ ഇല്ലേന്ന്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിൽ സുർക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ മതിയേ, കുറച്ച് മതി. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചിരിക്കാം. നമ്മളിങ്ങനെ ഈ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കാന്താരി മുളക് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കാന്താരി മുളകിൻ്റെ ഒക്കെ ഒരു രുചി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ഉപ്പും ഒക്കെ പടം ഇങ്ങോട്ടായിട്ട് ഇതിങ്ങോട്ട് കൂട്ടി കഴിക്കാൻ നമ്മൾ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടാൽ എങ്ങനെയാണ് അതിലേറെ ടേസ്റ്റ് ആട്ടത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ചവർപ്പാവോ അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പിടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, കൂടാൻ പാടില്ല. ഇതിലും സുർക്ക, കുറച്ച് വെള്ളം. അപ്പം അങ്ങനെ 2 കുപ്പി ഉപ്പിലിട്ടത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ടത്. അപ്പം ഇത് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര സിമ്പിളല്ലേ, എളുപ്പമല്ലേ, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. അപ്പോഴാണ് ഞങ്ങളിരുന്ന അതേപോലത്തെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട. എല്ലാവരും വെച്ചോളി, തിന്നോളി. ഇത് ഞാനൊരു ഊഞ്ഞാൽമേൽ ഇരുന്നാട്ടോ അങ്ങനെ പറയണേ. കുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാലാണ്. ജസ്റ്റ് പൊട്ടിച്ചാടിയില്ലെങ്കിൽ സമാധാനം.